എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എഞ്ചിനീയറിംഗ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ce.kerala.gov.in/KEAM2025/ എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആർക്കിടെക്ചർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേജിൽ അലോട്ട്മെൻറ്റ് കാണുന്നില്ല എന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതായത് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ കാണാതെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, ആർക്കിടെക്ചർ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് ആ ഒരു രീതിയിൽ കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഇവിടെ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് എന്ന എഞ്ചിനീയറിംഗിൻ്റെ കാണാൻ പറ്റും. അപ്പോൾ എഞ്ചിനീയറിംഗിന് ഓപ്ഷൻ കൊടുത്ത വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗിൻ്റെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ആ ഒരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ എഞ്ചിനീയറിംഗിൻ്റെ ആ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സീരിയൽ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, റാങ്ക്, അതുപോലെ കാൻഡിഡേറ്റിൻ്റെ കാറ്റഗറി, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ്, അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ് ഏതാണ്, സീറ്റിൻ്റെ ടൈപ്പ് ഏതാണ് എന്നിവ കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങളുടെ ആ ഒരു സെർച്ച് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇവിടെ സെർച്ച്, അതായത് PDF വ്യൂവർ ആണെങ്കിൽ അതിൽ സെർച്ച് ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കിടെക്ചർ കോഴ്സിൻ്റെതാണ് അറിയേണ്ടതെങ്കിൽ ആർക്കിടെക്ചർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക, ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആർക്കിടെക്ചർ കോഴ്സിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റ്. ഇതിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സീരിയൽ നമ്പർ എന്ന് വെച്ചാൽ 1, 2, 3 എന്നാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ റാങ്ക്, അതുപോലെ തന്നെ കാൻഡിഡേറ്റിൻ്റെ കാറ്റഗറി, കോളേജ് നെയിം, അതുപോലെ കോഴ്സിൻ്റെ നെയിം, അതുപോലെ തന്നെ സീറ്റ് ടൈപ്പ്, നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സിലേക്കാണ് കിട്ടിയത് അതിനനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കുക. ഇനിയിപ്പോൾ ഈ ഒരു ലിസ്റ്റ് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ആക്സസ് കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നമ്പേഴ്സ് ഇവിടെ കാണാം. ആ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതത് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ വന്നിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൽ നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എത്ര രൂപയെങ്കിലും, അതായത് നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടക്കേണ്ട ഫീസ് എത്രയാണ് എന്ന് അതിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ പ്രൊഫൈൽ പേജ് വഴി നിങ്ങൾക്ക് അടക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് പ്രൊഫൈൽ പേജ് വഴി അടക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ ഡാറ്റ ഷീറ്റ് ഉണ്ടാവും. അപ്പോൾ അതും കൃത്യമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു 2 എക്സ്ട്രാ കോപ്പി കൂടി എടുക്കാൻ ശ്രദ്ധിക്കാം. എക്സ്ട്രാ കോപ്പി എടുക്കാൻ പറയുന്നത് പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി ഹയർ ഓപ്ഷൻ നിലനിർത്തിയ ശേഷം കൺഫർമേഷൻ നടത്തിയ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് അവിടെ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. പുതുതായിട്ട് കിട്ടിയ സീറ്റിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരും. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് കൺഫർമേഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിലെ സീറ്റിൽ, അതായത് മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സീറ്റിൽ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ ഉള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥിക്ക് ആ ഒരു സീറ്റ് സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതുകൊണ്ട് കൺഫർമേഷൻ നടത്താത്ത വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ തന്നെ കൺഫർമേഷൻ നടത്തിയ ശേഷം ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ചെയ്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജ് ഏതാണോ അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം പിന്നീട് ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് ഓപ്ഷൻ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ആർക്കിടെക്ചർ കോഴ്സിലേക്ക് മാറ്റം, അതായത് മറ്റൊരു ഓപ്ഷനിലേക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ജോയിനിങ്, അതായത് കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് നമുക്ക് നോക്കാം. കോളേജിൽ അഡ്മിഷൻ നേടേണ്ട ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. KEAM 2025 ജോയിനിങ് ഷെഡ്യൂൾ ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഷെഡ്യൂൾ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക.
അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷെഡ്യൂളിൽ കൃത്യമായിട്ട് നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾ അഡ്മിഷനായിട്ട് പോവേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥി ആർക്കിടെക്ചർ കോഴ്സാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ജൂലൈ 31, അതായത് നാളെ മുതൽ ഓഗസ്റ്റ് 4-ാം തീയതി വരെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ അതായത് നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് കോഴ്സുകൾ ആണെങ്കിൽ അതായത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 31-ാം തീയതി അതായത് നാളെ രാവിലെ ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് നിങ്ങൾ കോളേജിൽ ഹാജരാവേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു അഡ്മിഷന് ഹാജരാവേണ്ട ഡേറ്റ് ഏതാണ്, അതുപോലെ തന്നെ ടൈം ഏതാണ് എന്നിവ കൃത്യമായിട്ട് നോക്കേണ്ടതാണ്. ചില കോഴ്സുകൾക്ക് 8:30 രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആണ് ഈ ഒരു അഡ്മിഷൻ്റെ ടൈം കൊടുത്തിട്ടുള്ളത്. ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അത് CS ആണെങ്കിൽ ഈ ഒരു 8:30 മുതൽ 1 മണി വരെയാണ് അഡ്മിഷനായിട്ട് പോവേണ്ട ടൈം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ കോഴ്സുകളുടെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ അതായത് ഏത് കോഴ്സിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് അതിനനുസരിച്ച് അതുപോലെ തന്നെ VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി അതിൻ്റെ അഡ്മിഷൻ 3/8/2025 1 മണി മുതൽ 4 മണി വരെയാണ്. അതുപോലെ തന്നെ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് 3/8/2025 മുതൽ അതായത് ഓഗസ്റ്റ് 3-ാം തീയതി രാവിലെ ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. അപ്പോൾ ഈ രീതിയിൽ ഓരോ കോഴ്സും നിങ്ങൾക്ക് ഏത് കോഴ്സാണോ കിട്ടിയത് അതിന് ഏത് ദിവസമാണോ നിങ്ങൾ അഡ്മിഷന് ഹാജരാവേണ്ടത്, അതുപോലെ തന്നെ ആ ഒരു ദിവസത്തിൽ ഏത് സമയത്താണോ അഡ്മിഷൻ നടക്കുന്നത് എന്നിവ കൃത്യമായിട്ട് ഈ ഒരു ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിൽ പറഞ്ഞ ആ ഒരു അഡ്മിഷൻ ഷെഡ്യൂൾ അനുസരിച്ച് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടമാകുന്നത് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജിൽ ഷെഡ്യൂൾ അനുസരിച്ച് പോയിട്ട് അഡ്മിഷൻ നേടുക. വിദ്യാർത്ഥികൾക്ക് പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് അടക്കേണ്ട ഫീസ് വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അടക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുക. അടുത്ത അലോട്ട്മെൻറ്റിന് നിങ്ങൾ വീണ്ടും ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് എവിടെയാണോ കിട്ടിയത് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫാർമസി കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉടൻ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.